ഹലോ എവരിവൺ. ഒരു ഡിജിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൂൾസ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ ഈ ടൂൾസ് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരു സർട്ടൻ ആയിട്ടുള്ള എമൗണ്ട് കണ്ടെത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ചിലവർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുക, ചിലവർ ഏതെങ്കിലും ഒരു കമ്പനീസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്പനീസിലാണെങ്കിൽ അവർക്ക് ആ ഒരു ടൂൾസ് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കോ ഫിയർ ഉണ്ടാവും എന്നുള്ളതാണ്. എന്താ വെച്ചാൽ അവർ ഇതിനൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അത് സജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഭയം ഉണ്ടാവും. ഇതിൻ്റെ ഒരു ചില ടൂൾസ്, എല്ലാ ടൂൾസും എല്ലാ ഓപ്ഷൻസും ഉണ്ടാവണമെന്നില്ല. അവർ അവരുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ടൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ടൂൾസ് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്ത് നമ്മുടെ വർക്ക് സ്റ്റൈലിനെ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇത് പല കമ്പനീസിലും പലരും സജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ചധികം ടൂൾസ് എന്താ വെച്ചാൽ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറേയധികം ടൂൾസുകളുണ്ട്. ഇപ്പം AI ടൂൾസ് ആണെങ്കിലും കുറേയധികം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസൈനിങ്ങിനാണേലും AIക്കാണേലും കുറേയധികം ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും കുറച്ചു കാലം കഴിയുമ്പം ആ ഒരു ടൂൾസിന് പ്രാധാന്യമൊന്നും ഇല്ലാതാവുമെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം ഉപയോഗിക്കാൻ അങ്ങനെ ചിന്താഗതി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൂൾസും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം ടൂൾസുകൾ പർച്ചേസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിൽ വർക്ക് ഓൺ ചെയ്യുക. ചില ടൂൾസുകൾ സക്സസ് ആകും, ചില ടൂൾസുകൾ ഫെയിലിയർ ആകും. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഉണ്ടായി.